ാനുള്ള കാരണം ഒരു ഭക്തൻ എങ്ങനെയാണ് ജനിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭക്തൻ എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്നതിലേക്കാണ് നമ്മൾ പ്രഹ്ലാദ ചരിതത്തിൻ്റെ ഇതിവൃത്തത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ഭക്തന്മാരായി എത്തുമ്പോൾ എന്തുകൊണ്ട് ഭഗവാനെ പ്രാപിക്കുവാൻ സാധിക്കുന്ന നിലയിൽ നമ്മുടെ ഭക്തി ഉയരുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. ഭക്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഭക്തി ജ്ഞാന വൈരാഗ്യത്തോടു കൂടിയിട്ടാണ്. ഭക്തി ഉണ്ടാവണം, ആ ഭക്തിയെ പരിപോഷിപ്പിക്കുവാൻ ജ്ഞാനമുണ്ടാകണം. ആ ജ്ഞാനത്തോടു കൂടി ഉയരുമ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാവണം? വൈരാഗ്യമുണ്ടാവണം, രാഗങ്ങളോടുള്ള വിമുക്തി. അല്ലാതെ അയലത്തുകാരനോടുള്ള ദേഷ്യമല്ല വൈരാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ മലയാള പദത്തിൻ്റെ അർത്ഥത്തിൽ എടുക്കരുത്. നമുക്ക് മറ്റ് രാഗങ്ങൾ വെടിഞ്ഞ് ഭഗവാനോടുള്ള രതി ഉണ്ടാകുമ്പോൾ എന്നാണ് വൈരാഗ്യം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ പ്രഹ്ലാദൻ ഇത് മൂന്നും സ്വായത്തമാക്കിയ ആളാണ്. ഇത് മൂന്നും സ്വായത്തമാക്കിയതുകൊണ്ട് ഭഗവാന്റെ പരമഭക്തനായി പ്രഹ്ലാദന് എത്താൻ സാധിച്ചു. ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയാ? സദാസമയത്തും നാരായണ എന്ന് നാമം ജപിക്കാൻ ആർക്കും മടിയുണ്ടായില്ല, പ്രഹ്ലാദന് മടിയുണ്ടായില്ല. പല എതിർപ്പുകളുണ്ട്. സ്വന്തം പിതാവ് പോലും ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്ന വേളയിൽ പോലും ഭഗവാന്റെ നാമത്തെ മാറ്റിവെച്ചിട്ടുണ്ടോ പ്രഹ്ലാദൻ? നമ്മൾ ജ്ഞാനപ്പാനയിൽ പൂന്താനം പാടുന്നത് പോലെ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാനെ എനിക്ക് നീ തരേണ്ട ഒരേ ഒരു അനുഗ്രഹമേ ഉള്ളൂ. അവിടെ ഗുരുനാഥൻ എന്ന് പറയുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ആ ഗുരുവായൂരപ്പ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് പൂന്താനം പറയുകയാണ്, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. അല്ലയോ ഭഗവാനെ, നീ തുണ ചെയ്യണം. എന്താ നീ തുണ ചെയ്യേണ്ടത്? മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഈ നാമം നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ ജപിക്കണമെങ്കിൽ നമ്മൾ പറയില്ലേ, ഞാൻ ഭഗവാന്റെ നാമം ജപിച്ചു. ഞാനല്ല ജപിച്ചത്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജപിച്ചത്. ഭഗവാന്റെ ഇച്ഛയില്ലാതെ നമുക്ക് ഈ നാവ് പോലും ചലിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ നാവ് തന്നെ ചലിക്കണമെങ്കിൽ ആരുടെ ഇച്ഛ വേണം? ഭഗവാന്റെ ഇച്ഛ വേണം. നമ്മളൊക്കെ ഭഗവാന്റെ ഒരു ഉപകരണം. ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നാമം ജപിക്കാനുള്ള വാസന ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുനാഥന്റെ തുണയുണ്ടാകണം. നമ്മൾ വിചാരിച്ചാൽ മാത്രം ചെല്ലാവുന്നല്ല, ഭഗവാനും കൂടി അനുഗ്രഹിക്കണം നമ്മളിൽ. ആ അനുഗ്രഹം തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം. ഒരിക്കലും വേറിട്ട് പോകാതെ ആ നാമം എന്നിൽ ഉണ്ടാകണം. എന്തിനു വേണ്ടി? ഈ നരജന്മം സഫലമാകാൻ. ഈ ജന്മം സഫലമാകാൻ ആ നാമം ഉണ്ടാകണമെന്ന് പൂന്താനം ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്ന് ജപിച്ചതുപോലെയാണ് ഇവിടെ പ്രഹ്ലാദന്റെ ജീവിതവും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഭഗവാന്റെ നാമം ജപിക്കുന്നതിൽ മടിയില്ലാതെ, കാരണം മനഃശുദ്ധി ലഭ്യമാകാൻ നാമജപത്തോളം പവിത്രമായി മറ്റൊന്നുമില്ല. ഭഗവാന്റെ മുന്നിലെ ഏറ്റവും വലിയ വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ നാമജപമാണ്. അത് ജപിക്കലാണ് ഏറ്റവും വലിയ വഴിപാട്. കാരണം ആ നാമം ജപിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മൾ ആർക്ക് സമർപ്പിക്കുന്നത്? ഭഗവാൻ നാമം ജപിക്കുമ്പോൾ നാമിയെ സ്മരിക്കും, അല്ലേ? നമ്മൾ പെട്ടെന്ന് ഗോപാലൻ എന്നൊരു വാക്ക് കേട്ടു. നമ്മൾ ഗോപാലനായിട്ട് ആരെയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരൊക്കെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയത്തില്ലേ? നമ്മൾ ആന എന്നൊരു പദം കേട്ടു, ഉടനെ തന്നെ ആനയുടെ രൂപം തെളിയത്തില്ലേ? അപ്പം നാമീ ബന്ധം, നാമത്തിലൂടെ നാമിയെ അറിയാം. അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ആ സമയത്ത് ആരുടെ രൂപം തെളിയും? ഭഗവാന്റെ രൂപം തെളിയും, നാമിയുടെ രൂപം തെളിയും. അങ്ങനെ ആ നാമജപത്തിലൂടെ മനസ്സിനെ ശുദ്ധമാക്കി ആ മനസ്സിനെ ഭഗവാന് സമർപ്പിക്കാൻ, അതാണ് ഏറ്റവും വലിയ വഴിപാട്. മനസ്സിനെ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ വഴിപാട് വേറെ ഉണ്ടാവും. കാരണം എന്താ? ഈ മനസ്സാണല്ലോ നമ്മളെ വലിച്ചഴിച്ച് ബാക്കിയുള്ളതിന്റെ പുറകെ കൊണ്ടുപോകുന്നത്. ആ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ എല്ലാം ശുദ്ധമായി. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, ലോകം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നീ അങ്ങ് നന്നായിക്കോടെ, പിന്നെല്ലാം നന്നായിക്കോളും. കാരണം മനസ്സിന്റെ ശുദ്ധി എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ ഭാവത്തോടു കൂടി ആ മനസ്സിനെ ശുദ്ധമാക്കാൻ നാമജപത്തേക്കാൾ വലുതായി വേറൊന്നുമില്ല. പക്ഷെ നമുക്കൊക്കെ ഇപ്പം നാണവും മാനവും കൂടിയ ആൾക്കാരെ ഭഗവാന്റെ മുമ്പിൽ പോയി. സിനിമാ കഥ പറയുന്നതിന് നാണവും മാനവും ഒന്നുമില്ല, നാട്ടിലെ കഥ പറയുന്നതിന് നാണവും മാനവും ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും കുറ്റം പറയുന്നതിന് നാണവും മാനമൊന്നുമില്ല. പരദൂഷണം പറയണമെങ്കിൽ 1000 നാവുള്ള അനന്തനായിട്ട് നമ്മൾ നിന്ന് ആടും. പക്ഷെ ഭഗവാന്റെ നാമം പാടാൻ പറഞ്ഞ് നമ്മൾ പിന്നെ മൂകനാണ്. പലരും അങ്ങനെയാണ്. അങ്ങനെയല്ല, ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ 1000 നാവുള്ള അനന്തനെ പോലെ ആവണം. എന്താ? 1000 നാവ് കൊണ്ട് ചൊല്ലിയാലും മതി വരാതെ. അതാണ് 1000 നാവുള്ള അനന്തൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയധികം
ഭക്തിയോടെ. അങ്ങനെയായിരുന്നു പ്രഹ്ലാദൻ. പിന്നെയോ ആ പ്രഹ്ലാദൻ ആ ഭക്തിയോടൊപ്പം എന്തുണ്ടായിരുന്നു? ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിരണ്യകശിപുവിന്റെ എതിർപ്പുകൾ വന്നപ്പോഴും പ്രഹ്ലാദൻ നാമത്തെ ഉപേക്ഷിച്ചോ? കാരണം പ്രഹ്ലാദൻ ആ സമയത്തും അച്ഛനോട് പോലും പറയുന്നുണ്ട്, പിതാവിനോട് പോലും പറയുന്നുണ്ട്, ഭഗവാന്റെ പാദസേവനത്തെക്കാൾ മഹത്തരമായി മറ്റൊന്നില്ല. ജ്ഞാനത്തോടു കൂടി ഒരാൾക്ക് ഇത് പറയാൻ പറ്റും. അല്ലാത്തവർ ഭക്തിയൊക്കെ ഭയം വന്നാൽ ഉപേക്ഷിക്കും, ഇല്ലേ? അവനവന്റെ കാര്യം സാധിക്കാതെ വന്നാൽ ഭക്തി ഉപേക്ഷിക്കുന്ന 100 കണക്കിന് ഭക്തന്മാരുണ്ട്. ചിലർ പറയും, ഞാൻ അവിടെ പോയി ഇത്ര നാളും ഭജിച്ചു, എന്നിട്ട് എൻ്റെ പ്രാർത്ഥന നടന്നില്ല, ഇനി എനിക്ക് ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ദൈവത്തിനോടാണ് കൽപ്പിക്കുന്നത്. എനിക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. ചില ആൾക്കാരങ്ങനെ ഒരു അർഹതയും വേണമെന്നൊന്നുമില്ല. അവരുടെ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാനത് ചെയ്തു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഈ SLCയുടെ ഈ വർഷത്തെ അനുഭവങ്ങളില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഈ ഒരു യജ്ഞമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ചെന്നപ്പോൾ SLCയുടെ റിസൾട്ടൊക്കെ പുറത്തു വന്ന സമയത്ത് അവിടെ SLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മോൻ്റെ റിസൾട്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, അവന് 8 ഒരെണ്ണത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും A+ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരെണ്ണത്തിനകത്ത് A ഉള്ളായിരുന്നു, പ്ലസ് ഇല്ലാതെ പോയി. ഞാൻ പറഞ്ഞു, അത്രയെങ്കിലും കിട്ടിയില്ലേ? അതൊക്കെ തന്നെ നല്ല കഷ്ടപ്പെട്ടിട്ടല്ലേ ആ കുട്ടിക്ക് അത്രയൊക്കെ കിട്ടിയത്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, നമ്മളൊക്കെ പഠിക്കുമ്പോൾ A+ പോയിട്ട് B+ പോലും കിട്ടാനുള്ള ഒരു യോഗ്യത ഇല്ലാത്തവരാണ്, ചിലപ്പോൾ Z+ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടേണ്ടി വരുന്നത് എന്ന് തമാശയ്ക്ക് പറഞ്ഞു. അത്രയും നല്ല മിടുക്കനായിട്ട് ഇപ്പോൾ പഠിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ വിഷമം അതല്ല, അപ്പുറത്തെ ഗൗരിയുടെ മോന് ഫുൾ A+. അപ്പോൾ എൻ്റെ മോന് കിട്ടിയതുമില്ല, അപ്പുറത്തെ ഗൗരിയുടെ മോന് കിട്ടി. എന്നിട്ട് ഈ അമ്മ പറഞ്ഞ അതിനേക്കാൾ രസകരമായൊരു മറുപടിയാണ് പറഞ്ഞത്. അത് ഞാൻ അന്നേരെ അവനോട് പറഞ്ഞതാ, അവിടെ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി പേന പൂജിച്ചാൽ മതി എന്ന്. അവൻ കേട്ടില്ല. അവൻ ഇവിടുത്തെ ശിവന്റെ അമ്പലത്തിൽ പോയി, അവിടുത്തെ തിരുമേനി ആളത്ര ശരിയല്ല, പുള്ളിയുടെ പൂജ വലിയ ഗുണമില്ല, അതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ ഒരു A+ പോയത്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. പറഞ്ഞാൽ ആശയം മനസ്സിലായില്ലേ? എൻ്റെ മോൻ അത്രയും പഠിച്ചോ പഠിച്ചില്ലയോ, അവൻ അത്രയും ബുദ്ധി ഉപയോഗിച്ചോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഇങ്ങനെ വഴിപാട് നടത്തിയാൽ കാര്യം സാധിക്കൂ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ വഴിപാടുകാരുണ്ട്. ഇവരെല്ലാം ഈ വഴിയിലെ പാടുപോലെയാണ്. വഴിപാട് മുമ്പേ പറഞ്ഞു, ഭഗവാനോടുള്ള സമർപ്പണമാണ്, കാര്യം സാധിക്കാനുള്ള പ്രീതിയല്ല. ഭഗവാൻ അങ്ങനെ ഏതെങ്കിലും കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രീതി തോന്നില്ല. നമുക്ക് ഭഗവാനോടുള്ള പ്രീതി, നമ്മൾക്ക് ഭഗവാനോടുള്ള പ്രീതി നമ്മൾ പ്രകടിപ്പിക്കലാണ് വഴിപാട് നടത്തുന്നതിലൂടെ. ആ ഭഗവാനിലേക്കുള്ള സമർപ്പണമാണ്. നമ്മൾ ത്യജിക്കാൻ പഠിക്കലാണ് ഭഗവാന്റെ മുമ്പിൽ, അല്ലേ? നമ്മളിപ്പോൾ ഒരു വസ്തു, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു, നമ്മുടെ വീട്ടിലൊരു വാഴ കുലച്ചു എന്ന് വെക്കുക. ആ വാഴ കുലച്ച് നിൽക്കുമ്പോൾ ആ വാഴക്കൊല ഭഗവാന് മുന്നിലേക്ക് സമർപ്പിക്കുക, അതൊരു ത്യാഗമാണ്. നമ്മുടെ വീട്ടിലെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ധനം ഭഗവാന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ത്യാഗമാണ്. ത്യജിക്കാനുള്ള മനോഭാവം, ഈശ്വരന്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ ത്യജിക്കാനുള്ള ആ മനോഭാവത്തെയാണ് വഴിപാടുകൾ വർദ്ധിപ്പിക്കുന്നത്. അല്ല പ്രീതി പിടിച്ചു പറ്റലല്ല, കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ കൃത്യമായ ജ്ഞാനമുള്ളത് കൊണ്ട് പ്രഹ്ലാദൻ എന്തു പറഞ്ഞു? ആ ഹരിപാദ സേവനം മാത്രമാണ്. പിന്നെയോ ബാക്കിയെല്ലാം മായയുടെ പ്രഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രഹ്ലാദന് ഉന്നതമായ ഭക്തിയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ ഭക്തിയിലൊപ്പം എന്ത് വേണം? ജ്ഞാനം കൂടി വേണം. അപ്പൊ ഭക്തി, ജ്ഞാനം. ജ്ഞാനം വന്നാൽ എന്ത് ചെയ്യും? ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ വസ്തുബോധം വരും, അല്ലേ? അറിവുണ്ടെങ്കിലല്ലേ, വെളിച്ചമുണ്ടെങ്കിലല്ലേ നമുക്ക് കൃത്യമായി കാഴ്ച ഉണ്ടാവുള്ളൂ. നമുക്ക് കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാം കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് കണ്ണുണ്ട്, പ്രകാശം ഇല്ലെങ്കിൽ എല്ലാം കാണാൻ പറ്റുമോ? അപ്പൊ പറയും പകല് കണ്ടൂടെ? പകലും പ്രകാശം ഉണ്ടല്ലോ. സൂര്യന്റെ പ്രകാശം ഇല്ലെങ്കിൽ പകലും ഇരുട്ടിന് തുല്യമാണ്. പ്രകാശമില്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ അതുപോലെ വസ്തുബോധം ഉണ്ടാകണമെങ്കിൽ ജ്ഞാനം ഉണ്ടാകണം. വസ്തുബോധം ഉണ്ടാകുമ്പോൾ എങ്ങനെയാ? ഈശ്വരനല്ലാതെ മറ്റൊന്നും ഇല്ല, മറ്റുള്ളതെല്ലാം ക്ഷണികമാണെന്ന ബോധം വരും. അപ്പൊ ക്ഷണികമായതിന് പുറകിൽ മനസ്സ് പോകാതിരിക്കും. കാര്യം എന്താ? ക്ഷണികമായതൊക്കെ വെറും നീർക്കുമ്പള പോലെയാ. ഉണ്ടായി വന്ന് സ്വല്പസമയം നിൽക്കും, അത് കഴിഞ്ഞാൽ ഇല്ലാണ്ടായി പോകും. അപ്പൊ അതിന് പുറകിൽ പോയി കിടന്ന് കഷ്ടപ്പെടാൻ പോവോ? സ്ഥിരമായി ഉള്ളതിന് പുറകിൽ പോകാൻ പോവോ? ബുദ്ധിയുള്ളവൻ സ്ഥിരമായി ഉള്ളതിന് പുറകിൽ പോകും. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധി ഉറയ്ക്കാത്തവൻ ക്ഷണികമായതിന് പുറകിൽ പോകും. അപ്പം ക്ഷണികമായതിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ എനിക്കൊരു വരവും വേണ്ട. ഈ അവസ്ഥയിലേക്ക് പ്രഹ്ലാദൻ എത്തിയതുപോലെ നമുക്കെത്താൻ നമ്മളിലും ഭഗവാന്റെ ജ്ഞാനം വന്ന് നിറയണം. ഇതെങ്ങനെയാണ് പ്രഹ്ലാദന് ലഭിച്ചത്? ഇവിടെ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചല്ലോ വരാഹാവതാരത്തോടു കൂടി. ആ ഹിരണ്യാക്ഷനെ വധിച്ചപ്പോ, ഹിരണ്യകശിപുവിന്റെ അനുജനാണ് ഹിരണ്യാക്ഷൻ. അനുജനെ വധിച്ച വിഷ്ണുവിനോടുള്ള ശത്രുത മൂത്ത് ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയി. ആ തപസ് ചെയ്യാൻ പോയ തക്കം നോക്കി
ഇന്ദ്രൻ എന്ത് ചെയ്തു? അസുരലോകം ആക്രമിച്ചു. കാര്യം അവസരം കിട്ടുമ്പോഴൊക്കെ കയറി അവിടെ കയറിയിട്ട് കളിക്കുന്ന ആളാണ് ആര്? ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രനെ ഈ ഹിരണ്യകശിപുവിനോടൊന്നും നേരിട്ട് എതിരാൻ സാധിക്കില്ല, അത്ര ശക്തനാണ്. അപ്പോൾ ആ കിട്ടിയ അവസരം നോക്കി അസുരകുലത്തെ ഒന്ന് തകർക്കാൻ ശ്രമിച്ചു. അങ്ങനെ അസുരന്മാരെ എല്ലാം അവിടെ നിന്ന് ഓട്ടിച്ചു, അസുരകുലത്തെ ആക്രമിച്ചു. ഈ സമയത്ത് നോക്കുമ്പോൾ ഈ ഹിരണ്യകശിപുവിന്റെ പത്നിയായ കയാതു, ഗർഭവതിയായ കയാതു അവിടെ നിൽക്കുന്നു. ഇന്ദ്രന് മനസ്സിലായി ഗർഭവതിയും കൂടിയാണ്. ഇന്ദ്രൻ നേരെ ഈ കയാതുവിനെ അപഹരിച്ച് നേരെ ദേവലോകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ദേവരാജനായ ഇന്ദ്രന് ഈ അസുര സ്ത്രീയോട് വലിയ മോഹം ഉണ്ടായിട്ടെങ്ങാണോ ആണോ അപഹരിച്ചത്? ഒന്നുമല്ല. മനസ്സിലായില്ലേ? അവിടെ അപഹരിച്ചത് നമ്മളിന്ന് നാട്ടിൽ കാണുന്നത് നമ്മളെ തട്ടിക്കൊണ്ട് പോക്കൊന്നും അല്ല നടത്തിയത്. ഇവിടെ ഈ കയാതുവിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നുണ്ടല്ലോ. ആ കുഞ്ഞും നാളെ വളർന്നു വരുമ്പോൾ അവ അസുരനായി വന്ന് അവൻ വന്ന് വീണ്ടും ആർക്ക് ശല്യം ഉണ്ടാക്കും? ഇന്ദ്രന് ശല്യം ഉണ്ടാക്കും. കാര്യം അസുരന്മാരുടെ പൊതുവിലുള്ള സ്വഭാവം എന്താ? ദേവന്മാരെ വെല്ലുവിളിക്കലും സർവ്വതും ഞങ്ങളുടേതാക്കുക, എല്ലാം എൻ്റേതാക്കാൻ വേണ്ടി ആരൊക്കെ ജീവിക്കുന്ന അവരെല്ലാം അസുരന്മാരാണ്. അതിന് കൊമ്പും പിന്നെ പ്രത്യേകിച്ച് തേറ്റാപ്പല്ലൊന്നും വേണ്ട. മനസ്സിലായില്ലേ? മനുഷ്യനും ചിലപ്പോൾ അസുരന്മാരായിട്ടാണ് ജീവിക്കുന്നത്. മറ്റുള്ളവനെ കൂടി ഇല്ലാതാക്കി, മറ്റുള്ളവനെ കൂടി ഉപദ്രവിച്ച് അവൻ്റെ കയ്യിലുള്ളതും കൂടി സ്വന്തമാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളും യഥാർത്ഥത്തിൽ ആരായി? അസുരന്മാരായി. ഈ ദേവന്മാരും അസുരന്മാരും ആരാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആരാ ഈ ദേവന്മാരും അസുരന്മാരും? ആരാണ് ദേവന്മാരും അസുരന്മാരും? ആരാ ദേവന്മാരെന്ന് പറഞ്ഞാൽ നല്ല സുന്ദര കുട്ടപ്പന്മാര്, അങ്ങനെയാണോ? സൂപ്പർ സ്റ്റാറുകളാണൊക്കെ ഇരിക്കും, ആണോ? അസുരന്മാരെന്ന് പറഞ്ഞാൽ കൊമ്പൊക്കെ ഉണ്ട്, പിന്നെ നല്ല തേറ്റാപ്പല്ലൊക്കെ ഉണ്ട്, ഇല്ലേ? അങ്ങനെയാണോ? അല്ല, ഈ കൊച്ചുകുട്ടികളൊക്കെ ഈ കഥാരൂപത്തിലൊക്കെ ഇതൊക്കെ ചിത്രകഥയിലൊക്കെ പഠിക്കുമ്പോൾ, പിന്നെ ചിത്രകഥയില്ല, കാർട്ടൂണൊക്കെ ആയിട്ട് കാണുമ്പോൾ അസുരന്മാരെയൊക്കെ വരയ്ക്കുമ്പോൾ ഇച്ചിരി ഭീകരാവസ്ഥ ഉണ്ടാവാൻ വേണ്ടി വരയ്ക്കുന്നവർ ചെയ്യും, രണ്ട് തേറ്റാപ്പല്ലും ഉണ്ട കണ്ണും കട്ടിപ്പിരികമൊക്കെ ഇങ്ങനെ വളഞ്ഞ പിരികമൊക്കെ കൊടുത്ത് കൊമ്പം കപ്പട മീശയൊക്കെ വെച്ച് വരയ്ക്കും. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്ന കണക്ക് അസുരന്മാർ അത്ര മോശക്കാരെന്നല്ല. അസുരന്മാർ സുന്ദരന്മാരാണ്. ദേവന്മാരേക്കാൾ സുന്ദരന്മാർ അസുരന്മാർ. കണ്ടാൽ മോഹിച്ചു വീഴൂ, അതുകൊണ്ട് കാണാതിരിക്കുക. മനസ്സിലായില്ലേ? അസുരന്മാർ നല്ല സുന്ദരന്മാരുണ്ട്. എല്ലാവരെയും വശീകരിക്കാനും മോഹിപ്പിക്കാനും ഒക്കെ കഴിയും. നമ്മൾ രാമായണത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ രാമനേക്കാൾ സുന്ദരനായിരുന്നു രാവണൻ. മനസ്സിലാകുന്നുണ്ടോ? സ്വഭാവം കൊണ്ടല്ല കേട്ടോ, സ്വഭാവം കൊണ്ടായിരുന്നു രാവണൻ മോശക്കാരനായത്. രാമനേക്കാൾ സുന്ദരനായിരുന്നു രാവണൻ. അതുകൊണ്ടാണ് ശൂർപ്പണഖ എന്ന് പറയുന്ന ലോകത്തെ സുന്ദരനും ഏറ്റവും ശക്തിയും എല്ലാമുള്ള നിന്നോടൊപ്പം ആ ശ്രേഷ്ഠയായ സീത കൂടി ഇല്ലെങ്കിൽ നിനക്കതൊരു കുറവാണെന്ന് പറഞ്ഞ് ഇളക്കി വിടുന്നത്. അസുരന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ ഭീമാകാരവും കുടവയറും കൊമ്പൻ താടിയൊക്കെ ഉള്ളവരൊന്നും അല്ല കേട്ടോ. ഇവിടെ ആരാണ് അസുരന്മാരും ദേവന്മാരും നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം, അറിയണം. ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ശത്രുതയുണ്ടോ? എല്ലാവരെയും തല കുലുങ്ങി. ശത്രുതയുണ്ട്. അസുരന്മാരും ദേവന്മാരുമായിട്ട് ശത്രുതയുണ്ട്. ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ആരുടെയും തല കുലുങ്ങില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ദേവന്മാരും അസുരന്മാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. ഇവർ രണ്ടു കൂട്ടരും ഒരച്ഛൻ്റെ മക്കളാണ്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് ഭാഗവതം കേട്ടിട്ട് കാര്യമൊന്നുമില്ല. ഈ കഥയറിയാതെ ആട്ടം കാണുന്ന കണക്കായിപ്പോൾ അടിവേരില്ലാത്ത വൃക്ഷം പോലെയായി. അടിവേരില്ലാത്ത വൃക്ഷത്തിന്റെ അവസ്ഥ എന്താ? ഏത് കാറ്റത്ത് എങ്ങോട്ട് വേണമെങ്കിലും നിലംപതിക്കാം. അപ്പൊ ആദ്യമേ ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ തമ്മിലുള്ള അടിയൊക്കെ അറിയണമെങ്കിൽ ആരാണെന്ന് അറിയണം. രണ്ടുപേരും ഒരൊറ്റ അച്ഛന്റെ മക്കളാണ്. ഒറ്റ അച്ഛന്റെ മക്കളാണെങ്കിൽ അവർ രണ്ടുപേരും സഹോദരങ്ങളല്ലേ? ആണോ അല്ലേ? അച്ഛനൊന്നാ. ആരാ ദേവന്മാരുടെ അസുരന്മാരുടെ പിതാവ്? ഈശ്വരോ രക്ഷ. ആരാ? ദേവന്മാരുടെ അസുരന്മാരുടെ പിതാവാരാ? ഞാൻ മൂന്നാമത്തെ തവണ ഇനി ചോദിക്കുന്നില്ല. ചോദിച്ചാല് ഈ നിങ്ങളുടെ ഈ കൃഷ്ണപുരത്തുള്ള നാട്ടിലെല്ലായിടത്തും ഈ മൈക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ തന്നെ വിചാരിക്കും, ഓ ഇതൊന്നും അറിയാത്ത കുറേ മണ്ടന്മാർ അവിടെ പോയി ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഞങ്ങളാണ് ബുദ്ധിമാന്മാർ, കഴിവുള്ളവർ, ഞങ്ങൾ ഭാഗവതം കേട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നാട്ടിലൂടെ പോകുമ്പോൾ ഈ മൈക്കിനകത്തൂടെ കേട്ടോന്ന് വിചാരിക്കും ഇതൊന്നും അറിയാത്ത മണ്ടന്മാരാണ് ഇവിടെ വന്നിരുന്ന് കേട്ടതെന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളെ നാട്ടിൽ വന്നിരുന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പുറമേ നിന്ന് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. കശ്യപ പ്രജാപതിയാണ്. മനസ്സിലാക്കി വെക്കുക. ആരാണ്? കശ്യപ പ്രജാപതിയാണ്. ഇനി അച്ഛൻ ഒന്നാണ്, പക്ഷെ അമ്മ രണ്ടാണ്.
അപ്പം നമുക്കൊരാശ്വാസമായി. എന്താ കാര്യം? അതുകൊണ്ടാണ് ഇവർ കുഴപ്പക്കാരായത് ഇല്ലേ? അങ്ങനെ ഒരു ആശ്വാസം വരും. അമ്മ രണ്ടാണെങ്കിലും അവിടെയും ഒരു ബന്ധമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഈ അമ്മമാർ രണ്ടുപേരും സഹോദരിമാരാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അച്ഛനെ മാറ്റി നിർത്തിയാൽ പോലും ജ്യേഷ്ഠത്തി അനുജത്തി മക്കളാണ് ആര്? അസുരന്മാരും ദേവന്മാരും. ഇതിനേക്കാൾ വലിയ ബന്ധം വേറെ വേണം? സഹോദരന്റെ ഭാവത്തിൽ കിട്ടാൻ അമ്മയുടെ വഴിക്ക് നോക്കിയാൽ സഹോദരങ്ങളാണ്, ജ്യേഷ്ഠത്തി അനുജത്തി മക്കളാണ്. അച്ഛന്റെ വഴിക്ക് നോക്കിയാൽ ഒന്നാണ്. രണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടാണ്. രണ്ട് അല്ലെ? അമ്മമാർ രണ്ടാണ്. അപ്പം ഏകത്വത്തിലും ദ്വൈതത്തിലും ഇവർ തമ്മിലൊരു കണക്ഷനുണ്ട്. ഇവർ തമ്മിലാണ് പിന്നെ ശത്രുതയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ ദേവന്മാരും അസുരന്മാരും എവിടെയാണ് എന്താണെന്നൊക്കെ ഒരു ആത്മതത്വത്തോടു കൂടി ചിന്തിക്കേണ്ടത്. പുറമേ ചിന്തിക്കുമ്പോഴാണ് ഇവരൊക്കെ ഈ രൂപങ്ങളുള്ളവരും പേരുകളുള്ളവരും താരകാസുരൻ ഹിഡുമ്പൻ എന്നൊക്കെ പറഞ്ഞ് പുറമേ നിർത്തുന്നത്. അകമേ ചിന്തിക്കുമ്പോൾ ഇതിവർ രണ്ടുപേരും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, കർമ്മത്തിന്റെ ഗതി അനുസരിച്ച് നിർണയിക്കപ്പെടുന്നതാണ് ദേവത്വവും അസുരത്വവും. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞില്ലേ, അവൻ്റെ ആ പ്രവൃത്തി കണ്ടില്ലേ അസുരനേക്കാൾ മോശമാണ്, അല്ലെങ്കിൽ മൃഗത്തേക്കാൾ കഷ്ടമാണെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ചില പ്രവൃത്തി കാണുമ്പോൾ പറയാറില്ലേ, ചില പ്രവൃത്തി കാണുമ്പോൾ പറയും കൈ അറിയാതെ എടുത്ത് കൂപ്പി പോകും, അത്ര നന്മ ചെയ്തു എന്ന് പറഞ്ഞ് കൂപ്പി. എന്താ? അവിടെ ദേവന് തുല്യമായി നമ്മളെ കാണും അല്ലേ? അപ്പം നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മോശമായ അവസ്ഥയിലും എത്താം, നല്ല അവസ്ഥയിലും എത്താം. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ആത്മതത്വത്തിൽ ചിന്തിച്ചാൽ നമ്മളെ എല്ലാവരുടെയും ജീവനാണ് കശ്യപൻ. നമ്മളിലുള്ള നന്മതിന്മകളാകുന്ന ചിന്തയാണ് ദേവന്മാരുടെ മാതാവായ അതിഥിയും, തിന്മയാണ് അസുരന്മാരുടെ മാതാവായ തിഥിയും. അപ്പൊ ജീവൻ അവിടെ തിന്മയോട് ചേർന്നാൽ അവിടെ ഉണ്ടാകുന്ന കർമ്മങ്ങളൊക്കെ എന്തായിരിക്കും? നല്ലതായിരിക്കുമോ? ആസുരികമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ജീവൻ നന്മയോട് ചേർന്നാലോ കർമ്മങ്ങളൊക്കെ ദൈവീകമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ദേവാസുരന്മാരെ ആന്തരികമായി മനസ്സിലാക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കും നരനെ നാരായണനാക്കിയ ശാസ്ത്രത്തിലൂടെ അല്ലേ, നരനെ നാരായണനാക്കിയതാണ് നമ്മുടെ ദർശനം. ഈശ്വരനെ ഭജിച്ച് ഈശ്വരനായി മാറുക. അതോ എന്നും ഭഗവാനെ ഭജിച്ച് പുറത്തിരിക്കലാണോ? അല്ല. അതാണ് മാനവസേവ, മാധവസേവ എന്ന് പറയുന്നത്. അപ്പം നരനെ നാരായണനാക്കിയ ആ മഹാചൈതന്യമാണ് നമ്മുടെ, അതായത് പുരുഷനെ പരമപുരുഷനാക്കി മാറ്റിയത്, പുരുഷോത്തമനാക്കിയത്. അതാണ് നമ്മുടെ ദർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഇപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ ഈ അസുരപുത്രനാണ് എന്ന് പറയുന്നത് ഒരു സാങ്കത്യമാണ്. ആ ജ്ഞാനമില്ലാത്തവൻ അസുരനും ജ്ഞാനത്തോടു കൂടി കർമ്മം ചെയ്യുന്നവൻ ദേവനുമാണ്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അജ്ഞാനവും ചെയ്യും, ഇടയ്ക്ക് ചിലപ്പോൾ ജ്ഞാനത്തോടും ചെയ്യും. അതാണ് മനുഷ്യന്റെ ഇടനില എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ ഈ പാതാളം, ഭൂമി, സ്വർഗം എന്നൊക്കെ പറഞ്ഞ് 3 തട്ടൊക്കെ പറഞ്ഞ് പലരും ഈ കഥകളെയൊക്കെ വിശദീകരിക്കുന്നതിന്റെ കാരണം ഇതാണ്. സ്വർഗം എന്ന് പറയുന്നത് ദേവലോകത്തെ മുകളിൽ ഇല്ലേ, ഭൂമി എന്ന് പറഞ്ഞാൽ മധ്യത്ത്, പാതാളം എന്ന് പറയുമ്പോൾ കുറച്ചടിയിൽ. എന്താ? ഒരു ഗ്രാഫാണ്. നിങ്ങളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്ന മധ്യത്ത് മനുഷ്യത്വത്തിൽ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുകളിലേക്കും പോകാം, താഴോട്ടും പോകാം. എങ്ങോട്ട് പോകണം? അത് നമ്മുടെ ചോയ്സ്. നമുക്ക് നന്മകൾ ചെയ്ത് ജ്ഞാനം നേടി നല്ല പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് ഈശ്വരിലേക്ക് പോകാം. നമുക്ക് കർമ്മങ്ങളിൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി അധപ്പതിച്ചെവിടേക്ക് പോകാം? താഴേക്കും പോകാം. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങോട്ട് പോകണം. ഇവിടെ ഈ കയാതുവിനെ പിടികൂടി കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രൻ സങ്കല്പിച്ച ഒറ്റ കാര്യമുള്ളൂ. ഇന്ദ്രൻ അവിടെ ആവശ്യത്തിനധികം രമ്പയും തിലോത്തമയും മേനകയൊക്കെ ഉണ്ട്, സൗന്ദര്യവതികളായ അരവധി ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇന്ദ്രൻ ഇവിടെ സങ്കല്പിച്ച ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഈ സ്ത്രീയെ അപകരിച്ചതിന്റെ പുറകിൽ ഇന്ദ്രൻ ഒരൊറ്റ സങ്കല്പമുള്ളൂ. എന്താ വെച്ചാൽ ഭാവിയിൽ ഇവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് തനിക്ക് ദോഷമാകാതിരിക്കണമെങ്കിൽ ജനിച്ചാലുടനെ ഇവനെ വധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്ത് എന്തുകൊണ്ടാണ് അത് വധിക്കാത്തത്? ഗർഭവതികളായ അമ്മമാരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇന്ദ്രനും ധർമ്മബോധവും ശാസ്ത്രവും ഒക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. കാര്യം ഗർഭവതികളായ കാലഘട്ടത്തിൽ ആ ഗർഭകാലഘട്ടം എന്ന് പറയപ്പെടുന്നത് ആ മാതാവിൻ്റെ മാതൃത്വം എന്ന് പറയപ്പെടുന്ന ഈശ്വരന്റെ സംരക്ഷണ വലയമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. ആ സമയത്ത് അമ്മ എന്ന സങ്കല്പം എന്ന് പറയുന്നത് ഈശ്വരീയമായ സങ്കല്പമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ആ ജീവനെ അപായപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രൻ വളരെ തക്കം കിട്ടുന്ന സമയത്ത് പ്രസവത്തിന് ശേഷം കൊന്നേക്കാന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് കയാതുവിനെ കൊണ്ടുവന്നത്. ഈ സമയത്ത് നാരദ മഹർഷി വന്നു.
നാരദ മഹർഷി കൃത്യമായി സ്ഥലവും സമയവും കൃത്യം മനസ്സിലാക്കി വരുന്ന ആളാണ്. നാരദ മഹർഷി ഒന്ന് ചോദിച്ചു, ഇന്ദ്ര നീ എന്താ കാണിക്കുന്നത്? ഇന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ അങ്ങേക്ക് അറിഞ്ഞൂടെ, ഇടയ്ക്കിടയ്ക്ക് ഈ അസുരന്മാർ വന്ന് ഞങ്ങളെ അവിടെ നോട്ടിക്കും. ഞങ്ങളെല്ലാം വെള്ളപ്പൊക്കം വരുമ്പോൾ നാട് വിട്ട് ഓടും, നടക്കും, എല്ലാം വാരി കെട്ടിക്കൊണ്ട് ഓടും. കുറേ നാൾ കഴിഞ്ഞാൽ തിരിച്ചു വരും, വീണ്ടും ഓടും. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓടിയും വീണ്ടും തിരിച്ചു വന്ന് പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ കുറേ കാലത്തേക്കെങ്കിലും ഈ അസുരന്മാരുടെ അറ്റാക്ക് ഉണ്ടാവാതിരിക്കണം. എന്ത് ചെയ്യണം? ഇവരുടെ വംശം ഒന്നും ഇല്ലാതാവണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നാരദ മഹർഷി പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന കണക്കൊന്നുമല്ല, ഒരിക്കലും ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല, 2 ഗർഭവതിയും കൂടിയാണ്. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഇന്ദ്രന് വിടാനുള്ള മനസ്സൊന്നുമില്ല. ഈ സമയത്ത് നാരദ മഹർഷി ഒരു കൃത്യമായ ഒരു മെസ്സേജും കൂടി പറഞ്ഞു. അത് മാത്രമല്ല, ഇവന്റെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞ്, ഇവളുടെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞ് സാക്ഷാൽ ഭഗവാന്റെ ഭക്തനായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭഗവാന്റെ ഭക്തനാണ് ആ ഉദരത്തിൽ ജന്മമെടുക്കുന്നതെന്ന് അറിഞ്ഞ നിമിഷം ഇന്ദ്രൻ എന്ത് ചെയ്തു? കയാതുവിനെ വിടുക മാത്രമല്ല, ആ കയാതുവിനെ വല്ലം വെച്ച് നമസ്കരിച്ചു. അപ്പൊ അതുവരെയും പിടിച്ചുകൊണ്ട് പോയ ഭാവം മാറി. എപ്പോഴായി ഭാവം മാറുന്നത്? ഭഗവാന്റെ ചൈതന്യം അല്ലേ? അപ്പൊ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാനാണത്. ഭഗവാന്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ആ ചൈതന്യം ആ ഉദരത്തിലുണ്ട് എന്നറിഞ്ഞ ആ നിമിഷം ആ കയാതുവിനോടുള്ള മനോഭാവം ആരുടെ മാറി? ഇന്ദ്രനെ മാറി. ഇന്ദ്രൻ നമസ്കരിച്ചു. അതുവരെ നശിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇപ്പോൾ മഹത്വപൂർണമായി മാറി. ഇതാണ് ഭഗവാനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമസ്കരിച്ചതിന് ശേഷം ഇന്ദ്രൻ അവിടെ നിന്ന് പോയി. നാരദ മഹർഷി കയാതുവിനോട് പറഞ്ഞു, തിരിച്ചു പോയിക്കോളൂ. അപ്പോ കയാതു ഒരു പ്രശ്നം ചോദിച്ചു നാരദ മഹർഷിയോട്. മഹർഷിയെ, എൻ്റെ ഭർത്താവ് തപസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. കാരണം എന്താ? തൻ്റെ അനുജനെ കൊന്ന ആളിനോടുള്ള ശത്രുത കൊണ്ട് കഠിന തപസ്സിന് പോയിരിക്കുക. ഞാൻ ഈ സമയത്ത് തിരിച്ചു പോയാൽ ഇനി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരെന്നെ പിടിച്ചുകൊണ്ട് പോയില്ലെന്ന് ഉറപ്പുണ്ടോ? ഇനി അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അങ്ങേക്ക് ചിലപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലോ? അതുകൊണ്ട് എൻ്റെ ഭർത്താവ് വരുന്ന കാലം വരെയും അങ്ങ് എന്നെ സംരക്ഷിക്കണം. നാരദന് വയ്യാവേലി പിടിച്ചാണ് കൈപ്പോയി. പക്ഷെ നാരദർക്ക് ഇതൊരു ആനന്ദമായി മാറി. എന്താ കാരണം? ഭഗവത് ഭക്തനായി പ്രഹ്ലാദനെ നിർമ്മിക്കാനുള്ള അവസരം ആർക്ക് കിട്ടി? നാരദർക്ക് കിട്ടി അല്ലേ? നാരദർ തന്നെയല്ലേ പറഞ്ഞ ഭഗവാന്റെ ഭക്തനായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഇതുവരെ ആ ഭഗവാന്റെ ഭക്തനായിട്ടില്ല പ്രഹ്ലാദൻ അമ്മയുടെ ഉദരത്തിൽ. അപ്പൊ നാരദൻ എന്ത് ചെയ്തു? ഒരു പർണശാലയൊക്കെ കെട്ടി. ആ പർണശാലയിൽ ആ സ്ത്രീയെ കയാതുവിനെ വസിപ്പിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ നാരദർക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. എന്താ? നാരായണന്റെ മഹത്വം മാത്രമേ ഉള്ളൂ. നാരദർക്ക് വേറെ വല്ല കാര്യമുണ്ടോ? നാരദർ എന്ത് പറഞ്ഞാലും ഒടുവിൽ അവിടെ ചെല്ലും, നാരായണന് ചെല്ലും. എന്ത് തുടങ്ങുമ്പോഴും നാരായണന് ചെല്ലും. മനസ്സിലായില്ലേ? എന്തിലൂടെ കടന്നാലും നാരായണനെത്തും. ഇതാണ് നാരദരുടെ പ്രത്യേകത. നാരദർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ കയാതുവിനെ ഇരുത്തിയിട്ട് ഭഗവാന്റെ ചരിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നമ്മൾ നോക്കുക, മറുഭാഗത്ത് ഭർത്താവ് നാരായണനെ നശിപ്പിക്കാൻ വേണ്ടി തപസ്സിന് പോയിരിക്കുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് ഭാര്യയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ ഭാര്യയിലൂടെ മകനിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ നാരദര് നിറച്ചു കൊടുക്കുന്നു. ഭഗവാന്റെ ലീലയുടെ വ്യത്യാസം മനസ്സിലായോ? ഒരു ഭാഗത്ത് അഗ്നിയാണെങ്കിൽ മറുഭാഗത്ത് ജലവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം എന്താ? ഇത് ആവശ്യത്തിൽ കൂടുതൽ ആളിൽ കത്തിയാൽ ഇപ്പുറത്തിരിക്കുന്നിടത്ത് അപ്പുറത്തോട്ട് ഒഴിക്കാം. മനസ്സിലായോ? ഇതാണ് ഭഗവാന്റെ ഒരു ലീല. നമ്മളൊക്കെ കാണുന്നതിനെയും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ചിന്തിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ ആ രീതിയിൽ ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. കയാളെല്ലാം കയാളുവിന്റെ ഉദരത്തിൽ വെച്ച് ഈ കുട്ടി അമ്മയെ കേട്ടതെല്ലാം കുഞ്ഞ് കേട്ട് മനസ്സിലാക്കുകയാണ്. ഇവിടെയാണ് നമ്മളൊരു വലിയ കാര്യം മനസ്സിലാക്കേണ്ടത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ പെൺകുട്ടികൾ ഗർഭവതികളാകുമ്പോൾ വീട്ടിലെ മുത്തശ്ശിമാർ പറയും, നാമം ജപിക്കടി എന്ന് പറയും അല്ലേ? രാമായണം വായിക്കാൻ പറയും, നാമം ജപിക്കാൻ പറയും. നാമം ജപിച്ചാൽ സുഖപ്രസവമൊക്കെ ഉണ്ടാവുമെന്ന് പറയും. ഇന്നത്തെ കുട്ടികളോട് എന്നിട്ട് പറയാം, നാമം ജപിക്കടി, സുഖപ്രസവം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചോദിക്കും, പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പ്രസവം എടുക്കാൻ വേണ്ടി ശ്രീരാമനല്ലേ വരുന്നത്? ഇന്ന് അങ്ങനെ ചോദിക്കുന്ന രീതിയിലായി മാറി. എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ആ അമ്മയിൽ നിന്ന് ജന്മമെടുക്കുന്ന കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കും. നമ്മളൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന എപ്പോഴാണ് അല്ലേ? ജനിച്ച് അല്ലേ 2-3 വയസ്സൊക്കെ ആകുമ്പോഴാണ് വിദ്യാഭ്യാസം. അങ്ങനെയല്ല, അത് ഔപചാരിക വിദ്യാഭ്യാസം. അതിനേക്കാളും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം, അവൻ്റെ സ്വഭാവത്തെ പൂർണ്ണമായും നിർണ്ണയിക്കുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയം അമ്മയുടെ ഗർഭകാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കൊടുക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറും. അതുകൊണ്ടാണ് പത്മവ്യൂഹം വളർക്കാൻ അഭിമന്യു പഠിച്ചത് അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ടാണ്. ഇവിടെ പ്രഹ്ലാദന്റെ മനസ്സ് ശുദ്ധമായത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാരണം എന്താ? അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മനസ്സിൽ മറ്റ് അജ്ഞാനങ്ങളൊന്നുമില്ല, മറ്റ് ഭ്രമങ്ങളില്ല, മറ്റ് മോഹങ്ങളില്ല. ഉണ്ടോ?
അവൻ ആ പ്രകൃതിയിൽ അമ്മയുടെ ഉദരത്തിൽ കണ്ണടച്ച് ശയിക്കുമ്പോൾ അവൻ ഈ പ്രകൃതിയിൽ അവനെ മോഹിപ്പിക്കുന്ന ഏതെങ്കിലും വസ്തുവിനെ അവൻ കാണുന്നുണ്ടോ? ഉണ്ടോ? ജനിച്ചു കഴിഞ്ഞ കുഞ്ഞ് ബലൂൺ കണ്ടാലും കളിപ്പാട്ടം കണ്ടാലും പാവ കണ്ടാലും അതിൻ്റെ പുറകിൽ പോത്തില്ലേ? പക്ഷെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ സദാസമയത്തും കൈകാലുകൾ കൂപ്പിത്തൊഴുത് ഭഗവാനെ സ്തുതിക്കുകയാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് അവനിലേക്ക് പകർന്നു കൊടുത്താൽ അവൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്താൻ സാധിക്കും. ഇന്നങ്ങനെ സാധിക്കുന്നുണ്ടോ? ഗർഭകാലഘട്ടം ത്രിവിധ തപസ്സിൻ്റെ കാലഘട്ടമാണ്. അതാണ് ഒരു അമ്മയുടെ മഹത്വം. അതുകൊണ്ടാണ് ശങ്കരാചാര്യര് തൻ്റെ അമ്മയെ സ്തുതിച്ചുകൊണ്ട് മാതൃപഞ്ചകം രചിക്കുമ്പം പറയുന്നത്, അമ്മേ, മാതൃത്വത്തിന് പകരം തരാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. മാതൃത്വത്തിന് പകരം വെക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഞാൻ അമ്മയുടെ പാദത്തിൽ തരാൻ പറ്റുന്നത്, മറ്റൊന്നുമില്ല. എല്ലാത്തിനും ഉപരിയാണ്. എന്താ ഈ ത്രിവിധ തപസ് എന്ന് പറഞ്ഞാൽ? 3 വിധ തപസ്സുകളുണ്ടാണ്. എന്താ ഈ 3 വിധം? നമ്മളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. ഒന്ന്, ഗർഭകാലഘട്ടങ്ങളിൽ അമ്മമാർ വളരെ കൃത്യമായി ശുദ്ധമായ ഭക്ഷണമല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പാടില്ല. സ്വന്തം വീട്ടിൽ പാകം ചെയ്യുന്നതല്ലാതെ മറ്റൊരു ഭക്ഷണവും പണ്ട് കാലത്ത് ഗർഭിണികളായ സ്ത്രീകൾക്ക് കൊടുക്കില്ലായിരുന്നു. അതിൻ്റെ പേരിലൊക്കെ പല വീട്ടിലും വഴക്കൊക്കെ കിടക്കും. എന്നാലും വീട്ടിലെ അമ്മായിയമ്മയോ അമ്മയൊന്നും കൊടുക്കത്തില്ല. അവരെന്താ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് അറിയുമോ? ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള മാരക വിഷങ്ങളടങ്ങിയ ഭക്ഷണം ഒരിക്കലും അമ്മയിലൂടെ കുഞ്ഞിലേക്ക് എത്തരുത്. ഇപ്പോഴത്തെ കാലത്ത് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കേ. ഇന്ന് അമ്മ ഗർഭകാലഘട്ടത്തിൽ പറയും, മോഹമല്ലേ, മേടിക്കും, ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് മേടിക്കും. എന്നുണ്ടാക്കി, എപ്പോൾ ഉണ്ടാക്കി, ആരുണ്ടാക്കി, എന്തൊക്കെ ചേർത്തു ഒന്നും അറിയില്ല. എല്ലാം മേടിച്ച് കഴിക്കും. ഒരു 10, 20, 30 വയസ്സാകുന്നതിന് മുമ്പ് ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ ഇന്ന് മാറാരോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? രോഗപ്രതിരോധ ശേഷി പണ്ട് കാലത്ത് 90 വയസ്സ് വരെ 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന മക്കളെയായിരുന്നു അമ്മമാർ പ്രസവിച്ചതെങ്കിൽ ഇന്ന് 45 ബലൂൺ പൊട്ടുന്ന മക്കളെയാണ് ഇന്ന് അമ്മമാർ പ്രസവിക്കുന്നത്. ശരിയല്ലേ? ആണോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കേ. പണ്ടൊരു നാട്ടിൽ 90 വയസ്സുള്ള ആളുണ്ടെന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമല്ല. ഇന്ന് 90, 95 വയസ്സുള്ള ആളുണ്ടെന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. എന്താ കാരണം? ബാക്കിയൊക്കെ അതിന് മുമ്പ് തന്നെ പോവുക, പടക്കം പോകുന്നതാണ്. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ഭക്ഷണത്തിൽ മാത്രമല്ല അവൻ്റെ ആരോഗ്യം, അവൻ്റെ നാഡീ ഞരമ്പുകൾ രൂപപ്പെടുന്ന സമയത്ത് തന്നെ അവൻ്റെ ആ പ്ലേസ്മെൻറ്റ് കൃത്യമാക്കുന്നതാണ് അമ്മയുടെ ഭക്ഷണ ക്രമം. ഏറ്റവും ശുദ്ധമായ പോഷകാംശങ്ങൾ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് പലതും വാങ്ങിക്കഴിക്കുന്നതിനകത്തൊക്കെ എത്ര മാരക വിഷം ഉണ്ടാവും. ശരിയല്ലേ? രണ്ടാമതോ, അമ്മമാർ നല്ല വ്യായാമം ചെയ്യുന്ന ശീലം. വ്യായാമം എന്ന് ഉദ്ദേശിക്കുന്ന ഗർഭവതികളായ സ്ത്രീകളെ കൊണ്ട് പണ്ട് സർവ്വ പണിയും ചെയ്യിപ്പിക്കും. വീട്ടിൽ മിറ്റം തൂക്കലും വെള്ളം കോരക്കലും അരയ്ക്കലും അരിയാട്ടലും എല്ലാം ഗർഭകാലഘട്ടത്തിൽ നിർബന്ധ ചിട്ടയാണ്. ഇന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പറയുന്ന അമ്മായിയമ്മയെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഇന്ന് ആകെ പറയുന്ന ബെഡ് റെസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി ഇരിക്കലാണ്. സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉന്മേഷമുള്ള സമയം, നമ്മൾ വ്യായാമം ചെയ്ത് നല്ല രീതിയിൽ ജോലി ചെയ്ത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തഓട്ടമൊക്കെ വളരെ ഊർജ്ജസ്വലമായിരിക്കും. പ്രാണശക്തി വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അലസനായി കയറി മടി പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ആലസ്യത്തിലേക്ക് പോകും. ഈ ആലസ്യമാണ് അമ്മ പഠിപ്പിക്കുന്നത്. ആ കുഞ്ഞ് ഒന്നിനും ഒരു ഉഷാറില്ലാതെ ചില വെറുതെ അവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അങ്ങോട്ടിട്ടാ ഇങ്ങോട്ടിട്ടാ. എന്താ കാര്യം? അമ്മ ഇങ്ങനെയാണ് അവനെ ഗർഭത്തിൽ ധരിച്ചിരുന്നത്. ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ആ സമയത്ത് ആ അമ്മയുടെ ഊർജ്ജസ്വലത മുഴുവൻ ആ കുഞ്ഞിൻ്റെ സ്വഭാവമായി മാറും. നല്ല രക്തപ്രവാഹം ഉണ്ടാവണം, നല്ല പ്രാണശക്തി ഉണ്ടാവണം, അതിന് നല്ല വ്യായാമം ഉണ്ടാവണം. പിന്നെയോ നല്ല ചിന്തകൾ കൊണ്ട് നിറയണം മനസ്സ്. നല്ല ചിന്തകൾ ആ കുഞ്ഞിൻ്റെ സംസ്കാരമായി മാറും. ഇതായിരുന്നു ത്രിവിധ തപസ്. ഈ 3 കാര്യങ്ങളും അമ്മയിലൂടെ കുഞ്ഞ് ലഭിക്കും എന്ന് പറയപ്പെടും. ഇവിടെയും ഭഗവാന്റെ കഥകളെല്ലാം തന്നെ ആര് ഉപദേശിച്ചു? നാരദർ ഉപദേശിച്ചു. ഇത് മുഴുവൻ ഉള്ളിലേക്ക് കേട്ട് ആ ഭഗവത് ഭക്തന്മാരായി ആര് മാറി? ആ കുഞ്ഞ് മാറി. അങ്ങനെയാണ് ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആരായി മാറുന്നത്? നാരായണ എന്ന് ജപിക്കുന്നു. എല്ലായിടത്തും പോയി ഭഗവാന്റെ ആ നാമം നിർത്തി ഹിരണ്യകശിപു തിരിച്ചു വരുമ്പോൾ ആ ഹിരണ്യകശിപുവിൻ്റെ മടിയിൽ കയറിയിരുന്നു കൊണ്ട് ഭഗവാന്റെ ഇച്ഛപ്രകാരം ആ കുഞ്ഞെന്ത് ജപിച്ചു? നാരായണ എന്ന് ജപിക്കുന്നു. ഇതല്ലേ ലോകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത്? ലോകത്തെ മുഴുവൻ കഴുത്ത് ഞെരിച്ച, എല്ലാവരെയും പിടിച്ചു പറയിപ്പിച്ച ആ ഹിരണ്യകശിപുവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് അവിടെ പ്രഹ്ലാദൻ ഈ ഭക്തനായി മാറിയതെന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്രകാരം ഭഗവാന്റെ ഭക്തനായ ഉത്തമ ഭക്തനായി മാറിയതുപോലെ അതിനെല്ലാം സാധിച്ചെന്താ? ഭഗവാന്റെ തത്വത്തെ ശ്രമിച്ചു. ഇവിടെ നമ്മൾ നവതാ ഭക്തി എന്ന് പറയുന്ന ഒരു ഭാഗം പ്രഹ്ലാദ ചരിത്രത്തിൽ കടന്നു വരും. ഭക്തിയിൽ 9 പടികളുണ്ട്.
ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. അതിൽ ആദ്യത്തെ പടി കൃത്യമായ ബാക്കി എല്ലാം തനിയെ പുറകിൽ വരും. ആദ്യത്തെ പടി എന്താ? ശ്രവണം. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു. ആ ഭഗവാനെ കുറിച്ച് കേട്ട് 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 അത് ഉള്ളിൽ ഉറയ്ക്കുക. അങ്ങനെ കേട്ടുകൊണ്ട് ഭഗവാനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് കണ്ടുറപ്പിക്കാം, ഒന്ന് കേട്ടുറപ്പിക്കാം. ഏറ്റവും പ്രധാനം കേട്ടുറപ്പിക്കലാണ്. ആ ഭഗവാന്റെ രൂപത്തെ ഉള്ളിലേക്ക് ഉറപ്പിക്കുക. ആ രൂപത്തെ ഉള്ളിൽ ഉറപ്പിച്ച് ആ ഭഗവാന്റെ ആനന്ദത്തെ ഉള്ളിലേക്ക് എടുക്കാൻ സത്സംഗം, സത്സംഗത്തോ. ഇവിടെ ഭാഗവത്തെ കുറിച്ച് നാരദന് പറയും, വ്യാസഭഗവാനെ ഭാഗവതം ഒരു സത്സംഗമാണ്. സത്തിലേക്ക് ചേരുവാനുള്ള സംഘം, ജ്ഞാനത്തിലേക്കുള്ള സംഘം, അറിവിലേക്കുള്ള സംഘം, നമ്മളെ ശുദ്ധീകരിക്കുന്ന അഗ്നിക്ക് തുല്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ഭാവത്തിൽ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മളിൽ എത്ര പേർക്ക് ഈ താല്പര്യം ഉണ്ടാവാറുണ്ട്? നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല പറയണത്. ഭഗവാന്റെ ഭക്തരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ തന്നെ, ഇനി ഭഗവാന്റെ ഭക്തരല്ലാത്ത ഭഗവാന്റെ നിഷേധികളായ ഒരുപാട് ഹിരണ്യകശിപുക്കൾ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അത് വേറെ പോട്ടെ, അത് വിട്ടേക്കാം. ഇനി ഭക്തരെന്ന് പറയുന്നതിൽ തന്നെ എത്ര പേർക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അല്ലേ? ചിലരൊക്കെ ഉച്ചയ്ക്ക് യജ്ഞശാലയിൽ ആളുടെ എണ്ണം കൂടും, ഭഗവാനെ കുറിച്ച് കേട്ട് തുടങ്ങും. ഇച്ചിരി കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ വിളമ്പാൻ പോകും. അവർ പോകുന്നവർ കാണുമ്പോൾ തന്നെ പുറവെ ഇരിക്കുന്നവർക്ക് സൂചന കിട്ടും, മണിയടിക്കും, അവിടെ സമയമായി. അപ്പോഴേ പുറവെ ഇരിക്കുന്നവർ കൂടെ പോകും. മുമ്പേ പോകുന്ന ഗോവുതൻ പിമ്പേ ഗമിക്കും കിടാങ്ങളെല്ലാം. ഇതിവിടെ കണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അനുസ്യൂതം. അതുവരെ മതി ഭഗവാനെ കുറിച്ചുള്ള കേൾവി. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ എൻ്റെ മനസ്സിൽ ഉറച്ചോ ഇല്ലയോ, ഭഗവാൻ നിറഞ്ഞോ, ഇതൊന്നും അവിടെ ചിന്തിക്കാറില്ല. മുഖം കറുത്ത് പറഞ്ഞാലല്ലേ ഉള്ളൂ വിഷമം വരുന്നത്, ചിരിച്ചോണ്ട് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. അങ്ങനെയുണ്ട്. സ്നേഹം കൊണ്ടും നമുക്ക് ശാസിക്കാം. അപ്പൊ ഇവിടെ അത്തരത്തിൽ ആ ഭഗവാന്റെ ആ ഒരു ആനന്ദത്തെ ഉള്ളിൽ ഉറപ്പിക്കാൻ ഭഗവാനെ കുറിച്ച് കേൾക്കുക, അതിനോട് താല്പര്യം. ഇവിടെ പരീക്ഷത്ത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പരീക്ഷത്ത് ഭാഗവതം കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ ശ്രീശുവൻ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തണമെന്നൊക്കെ തോന്നി. കാര്യം കുറെ കഴിയുമ്പോൾ തൊണ്ടയൊക്കെ ഒന്ന് കഴിക്കില്ലേ, എല്ലാവർക്കും ഒരു റെസ്റ്റ് വേണ്ടേ. ശ്രീശുവൻ പരീക്ഷത്തിനോട് ചോദിക്കും, മാമുണ്ടേ, വെള്ളം കുടിക്കണ്ടേ? ശ്രീശുവൻ പറയും വേണ്ടെന്നേ. പരീക്ഷത്ത് പറയും വേണ്ടെന്നേ. അത്രയും സമയം കൂടി കളയുന്നതിനാ. പറഞ്ഞോളൂ 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 എന്ന് പറഞ്ഞായിരിക്കുന്നത്. കാര്യം എന്താ? ആ ഭഗവാനോടുള്ള രതി വരുമ്പോ മറ്റുള്ള ശരീരബോധമാകുന്ന ആ ഭക്ഷണത്തിനോടും വിശ്രമത്തോടും ദാഹത്തിനോടും എല്ലാം തന്നെ എന്ത് പറ്റി? അതെല്ലാം വിസ്മരിച്ചു. ഇങ്ങനെയുള്ള ബോധത്തിലേക്ക് ആ രീതിയിൽ ഭഗവാന്റെ ചരിതം കേൾക്കാൻ എത്ര സമയം കേൾക്കാൻ. ഇവിടെ ഭഗവാന്റെ ഭക്തന്മാരെ പ്രഹ്ലാദനെ സൃഷ്ടിച്ച് എങ്ങനെയാണ്? ദാരിദ്ര്യം കൊണ്ട് പുറത്തു മുട്ടിയ കുചേലൻ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ കുചേലൻ ഭാര്യയോട് ചോദിക്കും ചോറില്ലെന്ന് ചോദിക്കും. കുചേലന്റെ ഭാര്യയ്ക്ക് അറിയാൻ വീട്ടിൽ ചോറില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കിയില്ല. അപ്പൊ കുചേലനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിക്കും ഭാര്യ തന്ത്രപൂർവ്വം. നിങ്ങൾ അറിഞ്ഞോ കൃഷ്ണൻ പിന്നെ ആ മധുരയിൽ ഇന്നതൊക്കെ ചെയ്തു. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുചേലൻ പിന്നെ ഭക്ഷണം ചോദിക്കത്തില്ല. എന്താ കാര്യം? പിന്നെ ഉടനെ കുചേലൻ തുടങ്ങിക്കോളും കൃഷ്ണ 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 എന്ന് പറഞ്ഞ്. ഇങ്ങനെ ഭഗവാനോടുള്ള രതി വന്നാൽ ബാക്കി എല്ലാത്തിനോടുള്ള രതി വിടണം. അതിനാണ് ആദ്യം എന്ത് വേണം? നിഷ്ഠയോടുകൂടി കേൾക്കാനുള്ള മനസ്സ്, ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ആ ഗാനപീയൂഷം, ഭഗവാന്റെ കഥാപീയൂഷം, ആ അമൃത്, യഥാർത്ഥ അമൃതതാണ്. ആ അമൃത് എന്ത് ചെയ്യണം? കാതിലൂടെ വന്ന് ഇങ്ങനെ നിറയണം. അത് നിറഞ്ഞതാണ് പ്രഹ്ലാദന് ലഭിച്ച മഹാഭാഗ്യം അല്ലേ? സാക്ഷാൽ നാരദ മഹർഷിയിലാൽ അത് ലഭിച്ചു. ആ പ്രഹ്ലാദന്റെ ചരിതം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ഇവിടുത്തെ ദീപാരാധന